മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ നടന്നത് കോടികളുടെ ഇടപാടാണ്. നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിൽ 1,68,00,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തൽ. സംസ്ഥാനത്തെ പെൺവാണിഭ റാക്കറ്റിലെ പ്രധാനിയാണ് എരുമേലിക്കാരൻ പ്രവീൺ. ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മുംബൈയിലുള്ള മറ്റൊരു പ്രവീൺ. കേസിൽ പ്രതികളായ ASI രമേശ്, ബ്രിജേഷ് എന്നിവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയതും ലക്ഷങ്ങൾ. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെയൊക്കെ മൂക്കിന് കീഴിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ കാലങ്ങളായി നടക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ ഈ ലക്ഷങ്ങളും കോടികളും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത്. എന്താണ് ഇവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ? വിശദമാക്കൂ ബിനിൽ. ഗുഡ് മോർണിംഗ് മോത്തി. ഒരു വശത്ത് കൊച്ചി സിറ്റി പോലീസ് നഗരത്തിലെ ഏറ്റവും വലിയ അനാശാസ്യ റാക്കറ്റിനെ പിടികൂടുന്നു. മറ്റൊരു വശത്ത് വേലി തന്നെ വിളവ് തിന്നുന്നു. അതായത് കാക്കിയുടെ അനാശാസ്യമാണ് കടവന്ത്രയിൽ നടക്കുന്നത്. അതായത് കടവന്തര പരിധിയിലുള്ള ഒരു ലോഡ്ജിൽ ഒരു അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുണ്ട്. ആ നടത്തിപ്പിന്റെ പങ്ക് പറ്റുന്നത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നത്. ഈ രണ്ടും വ്യത്യസ്തമായ കേസുകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചി നഗരത്തിലെ മോക്ഷ സ്പായിൽ നടന്നിട്ടുള്ള റെയ്ഡാണ്. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിനെ പൊട്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കാരണം വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന സംഘത്തിലേക്കാണ് പോലീസിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ചെന്നെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 12ഓളം പേരുടെ അറസ്റ്റാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൊച്ചി സിറ്റി പോലീസ് നടത്തിയത്. ഇന്നലെ ആദ്യം പിടികൂടുന്നത് എരുമേലി സ്വദേശി പ്രവീണിനെയാണ്. പാലയിൽ നിന്ന് പ്രവീണിനെ രാവിലെ തന്നെ പോലീസ് സംഘം പൊക്കുന്നു. അതിനുശേഷം ഇയാളെ കൊച്ചിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് കലാഭവൻ റോഡിലെ മോക്ഷ സ്പായിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ 8 പേരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. 4 സ്ത്രീകളടക്കം 8 പേരെ പിടികൂടാൻ കഴിഞ്ഞു. പിന്നീട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായി. അങ്ങനെ 12ഓളം പേരുടെ അറസ്റ്റാണ് ഇന്നലെ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കുമ്പോഴാണ് പോലീസ് ഞെട്ടിപ്പോയത്. ഏതാണ്ട് 1,68,00,000 രൂപയാണ് ഇതിലെ പ്രധാന നടത്തിപ്പുകാരനായ പ്രവീണിന്റെ അക്കൗണ്ടിലൂടെ ഒരു വർഷം കടന്നുപോയിട്ടുള്ളത്. അത്ര വലിയ ഇടപാടാണ് ഈ അനാശാസ്യ കേന്ദ്രങ്ങളുടെ ഭാഗത്ത് പെൺവാണിഭ റാക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എരുമേലി സ്വദേശി പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മറ്റൊരു പ്രവീണാണ്. തൃശൂർ സ്വദേശിയാണ് ആ പ്രവീൺ. മുംബൈയിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൊച്ചിയിൽ മാത്രമല്ല മധ്യ കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്, അത് നിയന്ത്രിക്കുന്നുണ്ട് എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഈ 2 പ്രവീൺമാരുടെ പിടികൂടാൻ കഴിയുന്നതിലൂടെ ഒരു പ്രവീൺ ഇപ്പോൾ അറസ്റ്റിലായി കഴിഞ്ഞു. മുംബൈയിലുള്ള പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 പേരെ മലയാളിയാണോ? ഈ 2 പേരും മലയാളികളാണ്. അത് മാത്രമല്ല ഇന്നലെ ഈ സ്പായിൽ നിന്ന് പിടികൂടിയിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള എല്ലാവരും മലയാളികളാണ്. അതായത് മലയാളികളായ സെക്സ് റാക്കറ്റ് സംഘമാണ് ഇന്നലെ പിടിയിലായിരിക്കുന്നത്. ഇവർ നടത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ്. ഒരു വർഷം തന്നെ കോടികളുടെ ഇടപാടുകൾ ഇവർ നടത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വശത്തുള്ളത് പോലീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. അത് കടവന്തറയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേന്ദ്രമാണ്. ആ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പണം പറ്റുന്നവരിലേക്ക് 2 പോലീസുകാരും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും കൃത്യമായി പോലീസ് ആക്ട് ചെയ്തു. കൊച്ചി സിറ്റി പോലീസിന് ആ വിവരം കഴിഞ്ഞ മാസമാണ് ഈ കൊച്ചിയിലെ 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. ഒന്ന് എറണാകുളം സൗത്തിലും കടവന്ത്രയിലും. കടവന്ത്രയിലെ ലോഡ്ജ് പരിശോധിച്ചപ്പോൾ പോലീസിന് സംശയം തോന്നി. അതിന്റെ നിയന്ത്രിക്കുന്ന ആൾക്കാർക്ക് മറ്റു ചിലരുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടായി. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായും ഈ 2 പോലീസുകാരിലേക്ക്, അതായത് ട്രാഫിക് ASI രമേശനിലേക്കും പാലാരിവട്ടത്തെ ASI ബ്രിജേഷ് ലാലിലേക്കും ആ അന്വേഷണം എത്തി. അവരിൽ ഈ ലോഡ്ജുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തി. ഈ പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്തി എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് പോയി. ഇന്നലെ അവരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരുടെ പങ്കാളിത്തവും പരിശോധിക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു വശത്ത് വലിയൊരു സെക്സ് റാക്കറ്റിനെ പൂട്ടുന്നു. അതോടൊപ്പം തന്നെ കാക്കിയുടെ തണലിൽ മുന്നോട്ട് പോയിരുന്ന മറ്റൊരു അനാശാസ്യ കേന്ദ്രത്തിലെ ആ കാവൽക്കാരെ കൂടി പോലീസ് പിടിച്ചിരിക്കുന്നു.